ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ടേബിൾ ലാമ്പാണ്. മെറ്റീരിയൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അതിന് ഞാൻ ഫസ്റ്റ് ഒരു ബലൂൺ എടുത്ത് അതിനെ വീർപ്പിച്ചു. അത് ഞാനൊരു ബോൾ ഷേപ്പിലാണ് അതിനെ വീർപ്പിച്ചെടുത്തിരിക്കുന്നത്. മാക്സിമം എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കാം. എന്നിട്ട് നമുക്ക് ഈ ബലൂണിൽ കൂടെ ഈ റോപ്പ്, ഇത് ജൂട്ട് റോപ്പാണ്, ഇത് നമുക്ക് ചുറ്റി കൊടുക്കണം. അതിന് വേണ്ടി ഞാനൊരു പാത്രത്തിൽ ഗ്ലൂ എടുത്തിട്ട് കുറച്ച് വാട്ടറും കൂടെ മിക്സ് ചെയ്തു. എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ഈ ബലൂണിൽ മൊത്തം അതൊന്ന് തേച്ച് പിടിപ്പിച്ചു. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റോപ്പ് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ബലൂണിൽ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ബലൂണിൽ നമുക്ക് വേണമെങ്കിൽ റോപ്പ് പക്ഷേ ഇട്ട് വെച്ചിട്ട് ചുറ്റിയാൽ മതി. ഞാൻ പക്ഷേ ഈ രീതിക്കാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എന്നിട്ട് റോപ്പ് എടുത്തിട്ട് ഒരു കൈ കൊണ്ടൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് മറ്റേ കൈ കൊണ്ട് ബലൂണിൽ മൊത്തം ഇങ്ങനെ ചുറ്റി കൊടുത്തു. അപ്പോൾ ഞാൻ ചുറ്റി കൊടുക്കുന്നതിന് ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ലൂസായിട്ടുണ്ടായിരുന്നു റോപ്പ്. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. മാക്സിമം നല്ല പെർഫെക്ഷൻ വരണമെങ്കിൽ മാക്സിമം റോപ്പ് ടൈറ്റായി തന്നെ നിൽക്കാൻ ശ്രമിക്കണം. അങ്ങനെ പിന്നെ ഞാൻ മൊത്തത്തിലൊന്ന് അയച്ചിട്ട് ആദ്യം തൊട്ട് ഒന്നും കൂടെ ചുറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിനിടയ്ക്ക് കൂടെ ഞാൻ ഇടയ്ക്ക് പശയൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. കാരണം റോപ്പുകൾ തമ്മിൽ ഒട്ടി നിൽക്കണമല്ലോ. ഞാൻ ബലൂണയിലാണല്ലോ പശ തേച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ പിന്നെ പശയൊക്കെ തേച്ച് കൊടുത്തിട്ട് മാക്സിമം വൃത്തിക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അധികം ഹോളൊന്നും വരാതെ അടുപ്പിച്ച് റോപ്പ് ചുറ്റിയെടുക്കണം. അങ്ങനെ ഞാനത് റോപ്പൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ചുറ്റിയെടുത്ത ആ ബലൂണിനെ നമ്മൾ ഡ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലാമ്പിനുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഐസ്ക്രീം സ്റ്റിക്കാണ്. നമുക്കതിപ്പം ഷോപ്പിലും അല്ലെങ്കിൽ ഈ ഓൺലൈനൊക്കെ ആയിട്ട് നമുക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അങ്ങനെ ഈ ഐസ്ക്രീം സ്റ്റിക്കിനെ ഓരോന്നിനെ എടുത്തിട്ട് ഹാഫായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക. മാക്സിമം എല്ലാവരും കത്രികയും കൊണ്ട് മുറിക്കാൻ ശ്രമിക്കണം. കൈ കൊണ്ട് മുറിച്ച് കഴിഞ്ഞാൽ അധികം വൃത്തി ഉണ്ടാവില്ല. പോരാത്തതിന് അത് ഒട്ടിക്കുമ്പോഴും കുറച്ച് പണിയാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നിട്ട് നമ്മൾ ഈ മുറിച്ച് വെച്ച സ്റ്റിക്കിനെ തമ്മിൽ ഇങ്ങനെ കൂട്ടി ഒട്ടിക്കുക. ഒരു 5-6 എണ്ണം കട്ടിക്ക് അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ഞാനങ്ങനെ ഈ കൈ കൊണ്ട് മുറിച്ചത് കൊണ്ട് അതിന് തുമ്പൊന്നും ഒരു വൃത്തിയും പിന്നെ സെയിം അളവൊന്നും ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു 6 സെറ്റ് അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ എന്താക്കി, ഈ 6 സെറ്റ് നമ്മൾ ഈ എടുത്ത 6 സെറ്റിനെ തമ്മിൽ നമ്മൾ കൂട്ടി എൽ ഷേപ്പിൽ ഒട്ടിച്ചെടുക്കണം. അപ്പം ഞാൻ അവിടെ വൃത്തി വരാത്തത് കൊണ്ട് കൈ കൊണ്ട് മുറിച്ചുകൊണ്ട് ഞാനൊരു പേപ്പർ വെച്ചിട്ട് അതിനെ അങ്ങനെ എൽ ഷേപ്പിൽ ഒട്ടിച്ചെടുത്തത്. എന്നിട്ട് ഈ എൽ ഷേപ്പിലെടുത്ത ഈ 3 സാധനവും, അതായത് ഈ 3 പെയറുകൾ തമ്മിൽ നമുക്ക് കൂട്ടി ഒട്ടിക്കണം. അതിന് ഞാൻ യൂസ് ചെയ്ത ഗ്ലൂ സ്റ്റിക്കായിരുന്നു കേട്ടോ. അത് ഞാൻ ക്യാൻഡിൽ വെച്ച് ഉരുക്കിയപ്പോൾ ഒരു ബ്ലാക്ക് കളർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ചെയ്യുമ്പോൾ മാക്സിമം ഗണ്ണൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതാകുമ്പം വൃത്തികേടായിട്ട് ഇങ്ങനെ കളർ ഇങ്ങനെ കാണില്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ കളർ വന്നതെന്ന് എനിക്കറിയില്ല. സാധാരണ ഒരുക്കുമ്പോൾ അങ്ങനെ വരാറില്ല. പക്ഷേ ഈ വട്ടം എന്തോ ഇങ്ങനെ വന്ന്. അങ്ങനെ ഞാൻ പിന്നെ അതിനെ ഇങ്ങനെ ഒട്ടിച്ച് 3നെയും കൂടെ യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റിക്കൊക്കെ ഒട്ടിച്ച് അങ്ങനെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്റ്റിക്കിന് ഈ ഗ്ലൂ സ്റ്റിക്കിൻ്റെ ബ്ലാക്ക് കളറ് അതൊരു വൃത്തികേടാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ആശയം വന്നു, നമുക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം, ബ്ലാക്ക് പെയിൻറ്റ് അങ്ങ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ചിലപ്പം അടിപൊളി ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ അങ്ങനെ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതാകുമ്പോൾ ജൂട്ട് റോപ്പുമായിട്ട് മേ ബി കോമ്പിനേഷൻ വരാം. അതിൻ്റെ കളറും ഇതിൻ്റെ കളറും കൂടെ കോമ്പിനേഷൻ വന്നാലോന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഈ സ്റ്റിക്ക് മൊത്തം ഈ സ്റ്റാൻഡിൽ മൊത്തം ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് കവർ ചെയ്തൊക്കെ രീതിയിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ അങ്ങനെ ഞാൻ എന്നിട്ട് ഉണക്കാൻ വെച്ചു. അപ്പോൾ ഉണക്കാൻ വെച്ച ബലൂണൊക്കെ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏതാണ്ട് ഒരു 2-3 ഹവേഴ്സൊക്കെ എടുത്തിട്ടുള്ളൂ ഇത് ഉണങ്ങാനായിട്ട്. 1 ഡേ ഒന്നും എടുത്തിട്ടില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ബലൂൺ നമുക്ക് എയർ റിമൂവ് ചെയ്യണം. അതായത് ബലൂണിനകത്തുനിന്ന് റിമൂവ് ചെയ്യണം. നമ്മൾ ഈ ജൂട്ട് റോപ്പ് വെച്ചിട്ടാണല്ലോ ബോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് ബലൂൺ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനകത്തൊരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് അതിനകത്തൊരു ഹോൾ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് എയർ ഇങ്ങനെ പുറത്തോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ബലൂണും ഇങ്ങനെ ഈ റോപ്പും ഇങ്ങനെ ചുളിയാൻ തുടങ്ങും. അത് പക്ഷേ നമ്മൾ അത്ര കാര്യമാക്കേണ്ട കാര്യമില്ല. ബലൂൺ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കൈയിട്ടൊക്കെ റെഡിയാക്കി സെറ്റാക്കി എടുക്കാം. അതങ്ങനെ അടിപൊളിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ആ സ്റ്റാൻഡ് ഉണങ്ങിയിട്ടുണ്ട്. ബട്ട് അതിനൊരു ചെറിയ ചെരുവുണ്ട്. എൻ്റെ ആ ഒരു അതിബുദ്ധി കാരണം പറ്റിയ മിസ്റ്റേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്റ്റിക്ക് എടുക്കുമ്പോൾ എപ്പോഴും കറക്റ്റായിട്ട് സെൻറ്റർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കണം. എന്നിട്ട് ഞാൻ അതിനകത്ത് കുറച്ച് ലൈറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു ഫെയറി ലൈറ്റ്സ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ അത് ഞാൻ അതിനുള്ളിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ലൈറ്റ് ഉള്ളപ്പോൾ പോലും, അതായത് ലൈറ്റ് ഉള്ളപ്പോൾ ഈ പകലാണെങ്കിൽ പോലും നല്ല വൃത്തിക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പം നമുക്കിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, പുറത്തൊന്നും മേടിക്കാതെ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.